സോ ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് മോഡ്യൂൾ 5-ലെ കൈനമാറ്റിക്സ് ഓഫ് റൊട്ടേഷൻ എന്നുള്ള സെക്ഷനാണ്. മോഡ്യൂൾ 5-ൽ മെയിനായിട്ട് റൊട്ടേഷൻ, പിന്നെ സിമ്പിൾ ഹാർമോണിക് മോഷൻ, പിന്നെ ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ, ഈ 3 സെക്ഷനാണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മെയിനായിട്ട് നോക്കേണ്ടത്. അതിൽ റൊട്ടേഷൻ തന്നെ 2 സെക്ഷനായിട്ടുണ്ട്. ഒന്ന് കൈനമാറ്റിക്സ്, രണ്ടാമത്തത് കൈനറ്റിക്സ്. സിമ്പിൾ ഹാർമോണിക് മോഷൻ 2 സെക്ഷനുണ്ട്. നോർമൽ സിമ്പിൾ ഹാർമോണിക് മോഷനും പിന്നെ സ്പ്രിംഗ് മാസ് സിസ്റ്റത്തിൻ്റെ സിമ്പിൾ ഹാർമോണിക് മോഷനും. ഓക്കെ, പിന്നെ വരുന്നത് ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ ആണ്. ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ സ്റ്റാൻഡ് അലോൺ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നൗ കൈനമാറ്റിക്സ് ആൻഡ് കൈനറ്റിക്സ് റൊട്ടേഷൻ. ഓക്കെ, സോ അത് തമ്മിൽ എങ്ങനെ മനസ്സിലാവും? ക്വസ്റ്റ്യനിലൊരിക്കലും യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനിലൊരിക്കലും ഇത് കൈനമാറ്റിക്സിലാണ് കൈനറ്റിക്സിലാണെന്ന് തരില്ല. സോ കൈനമാറ്റിക്സ് ആണെങ്കിലും കൈനറ്റിക്സ് ആണെങ്കിലും ഒരു 3 ഇക്വേഷൻ കോമൺ ആണ്. കൈനറ്റിക്സിലേക്ക് വരുമ്പോൾ 2 ഇക്വേഷൻ അഡീഷണൽ ആയിട്ട് വരുന്നേ ഉള്ളൂ. ഓക്കെ, സോ കൈനമാറ്റിക്സിൽ നമ്മളോട് ജസ്റ്റ് ആംഗിൾ കാണാനും അതേപോലെ റൊട്ടേഷൻ കാണാൻ, ടൈം കാണാനൊക്കെ ചോദിക്കാറുള്ളൂ. കൈനറ്റിക്സിലെ പ്രോബ്ലം ആണെങ്കിൽ ഓർത്ത് വെച്ചേക്കണം, അതിൽ ടോർക്ക് അല്ലെങ്കിൽ മൊമെൻ്റ് തരും, അല്ലെങ്കിൽ കാണാൻ ചോദിക്കും. മൊമെൻ്റ് ഓഫ് ഇനേഷ്യ, റേഡിയസ് ഓഫ് ഗൈറേഷൻ ഒക്കെ തരും, അല്ലെങ്കിൽ കാണാൻ വേണ്ടി ചോദിക്കും. ഓക്കെ, അപ്പോൾ ടോർക്ക് അല്ലെ മൊമെൻ്റ് അല്ലെ ഫോഴ്സ് അല്ലെങ്കിൽ റേഡിയസ് ഓഫ് ഗൈറേഷൻ, മൊമെൻ്റ് ഓഫ് ഇനേഷ്യ, ഇതൊന്നും ഇല്ലാത്ത പ്രോബ്ലം ആണെങ്കിൽ അത് കൈനമാറ്റിക്സിലെ പ്രോബ്ലമാണ്. കൈനമാറ്റിക്സിലെ ഓൾമോസ്റ്റ് എല്ലാ പ്രോബ്ലം വളരെ സിമ്പിൾ സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. കൈനറ്റിക്സിലെ പ്രോബ്ലം മാത്രമേ ഇത്തിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സെക്ഷൻ വരുന്നുള്ളൂ. ഓക്കെ, നമ്മൾ കൈനമാറ്റിക്സ് ഓഫ് റൊട്ടേഷനിലേക്ക് പോവാണ്. സോ ഫസ്റ്റ് കൈനമാറ്റിക്സ് ഓഫ് റൊട്ടേഷനിൽ മെയിനായിട്ട് യൂസ് ചെയ്യണ 3 ഇക്വേഷനും അഡീഷണൽ ഒരു 2 ഇക്വേഷനും കൂടി, സപ്ലിമെൻ്ററി ഇക്വേഷൻ പോലെ 2 ഇക്വേഷൻ കൂടി ഓർത്ത് വെച്ചേക്കണം. ഓക്കെ, കൈനമാറ്റിക്സിലെ ഇക്വേഷൻ, അതിന് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ്റെ ഇക്വേഷൻ, സ്ട്രെയിറ്റ് ലൈൻ അല്ലെങ്കിൽ റെക്ടിലീനിയർ മോഷൻ്റെ ഇക്വേഷൻ എടുത്തു. ഓക്കെ, സോ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ അങ്ങനെ പഠിക്കുകയാണ് നല്ലത്. ഓക്കെ, അപ്പോൾ റെക്ടിലീനിയർ മോഷനിൽ നമ്മൾ വെലോസിറ്റി പറയുമ്പോൾ അതിൽ റൊട്ടേഷനിൽ വരുമ്പോൾ എന്ത് വരും? ആംഗുലർ വെലോസിറ്റി. ഓക്കെ, ഇനി റെക്ടിലീനിയർ മോഷനിൽ നമ്മൾ ആക്സിലറേഷൻ പറയുമ്പോൾ റൊട്ടേഷൻ മോഷനിൽ അതാരാവും? ആംഗുലർ ആക്സിലറേഷൻ ആൽഫയാവും. ടൈം രണ്ടിലും സെയിം തന്നെ. ഓക്കെ, ഇനി റെക്ടിലീനിയർ മോഷനിൽ ഇനീഷ്യൽ വെലോസിറ്റി യു എന്ന് നമ്മൾ പറയുമ്പോൾ സർക്കുലർ മോഷനിൽ റൊട്ടേഷനിൽ അതെന്ത് വരും? ഇനീഷ്യൽ ആംഗുലർ വെലോസിറ്റി ω0 എന്ന് വരും. ഓക്കെ, ഇവിടെ റെക്ടിലീനിയർ മോഷനിൽ നമ്മൾ ഇനീഷ്യൽ വെലോസിറ്റി യു പറയുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് റൊട്ടേഷനിൽ ω0, ഇനീഷ്യൽ ആംഗുലർ വെലോസിറ്റി. റെക്ടിലീനിയർ മോഷനിൽ ഫൈനൽ വെലോസിറ്റി വി എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് വരും? കറസ്പോണ്ടിങ് ഫൈനൽ ആംഗുലർ വെലോസിറ്റി. അതാണ് ഞാൻ ω എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഇനി രണ്ടാമത്തെ ഇക്വേഷൻ S=ut + ½ അതിന് ഇക്വലൻ്റ് ആയിട്ട് റൊട്ടേഷനിൽ എന്ത് വരും? എസ് ഡിസ്റ്റൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് റൊട്ടേഷനിൽ വരുന്ന പാരാമീറ്റർ ആണ് ആര്? ആംഗിൾ. ഇനി ബാക്കിയുള്ള പാരാമീറ്റർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈക്വലൻ്റ് ആയിട്ട് വരും. ഓക്കെ, സോ നമുക്ക് θ = ω0t + ½ എന്നുള്ള ഇക്വേഷൻ കിട്ടും. ഇനി ലാസ്റ്റത്തെ ഇക്വേഷൻ, റെക്ടിലീനിയർ മോഷനിലെ ലാസ്റ്റത്തെ ഇക്വേഷൻ v² = u² + 2s ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ω² = ω02 + 2α θ വരും. അപ്പോൾ എസിന് കറസ്പോണ്ടിങ് ആയിട്ട് ആര് വരും? തീറ്റ വരും. പിന്നെ എയിന് ആക്സിലറേഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ആംഗുലർ ആക്സിലറേഷൻ ആൽഫ കയറി വരും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഈ 3 ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്തിട്ട് നിങ്ങൾ എക്സാമിന് എഴുതുകയാണെന്നുണ്ടെങ്കിൽ തെറ്റാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസർ ഷീറ്റ്, എക്സാമിന് ആൻസർ ബുക്ക്ലെറ്റ് കയ്യിൽ കിട്ടിയതിന് ശേഷം, ക്വസ്റ്റ്യൻ പേപ്പറും കിട്ടിയതിന് ശേഷം, അതായത് ചുരുക്കി പറഞ്ഞാൽ എക്സാം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ ആൻസർ ബുക്ക്ലെറ്റിൻ്റെ ലാസ്റ്റ് പേജിൽ ഈ 3 ഇക്വേഷൻ ഉണ്ടല്ലോ, റെക്ടിലീനിയർ മോഷൻ്റെ ഈ 3 ഇക്വേഷൻ എഴുതി വെക്കാം. ഓക്കെ, അത് എഴുതിയതിന് ശേഷം അതിൻ്റെ ഈ 3 ഇക്വേഷൻ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ഓക്കെ, 10ാം ക്ലാസ് 10ാം ക്ലാസ് +1 +2 പഠിക്കുന്നതാണ്. സോ ഈ 3 ഇക്വേഷൻ എഴുതിയിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ എഴുതുമ്പോൾ ഒരിക്കലും ഈ ലെഫ്റ്റ് സൈഡിലുള്ള 3 ഇക്വേഷൻ തെറ്റത്തില്ല. അല്ലാതെ ഡയറക്റ്റ് ലെഫ്റ്റ് സൈഡിലുള്ള 3 ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ തെറ്റാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ആൻസർ ബുക്ക്ലെറ്റിൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ പേജ് റഫ് വർക്കിന് യൂസ് ചെയ്യുക. അതിൽ ഈ 3 ഇക്വേഷൻ, റൈറ്റ് സൈഡിലുള്ള 3 ഇക്വേഷൻ എഴുതുക, കറസ്പോണ്ടിങ് ലെഫ്റ്റ് സൈഡിലെ റൊട്ടേഷൻ മോഷൻ്റെ ഇക്വേഷൻ എഴുതുക. ഓക്കെ, എന്നിട്ട് പിന്നെ പ്രോബ്ലം ചെയ്യുമ്പോൾ റെഫറൻസ് ആയിട്ട് ഈ 3 ഇക്വേഷൻ നോക്കിയിട്ട് എഴുതിയിട്ട് ചെയ്താൽ മതി. നൗ ഇതിന് അഡീഷണൽ ആയിട്ട് വരുന്ന 2 ഇക്വേഷൻ എന്ന് പറയുന്നത്, ഒന്ന് ω = 2πn/60 ആണ്. ഇത് യൂസ് ചെയ്യേണ്ടത് n, അതായത് നമ്മുടെ റൊട്ടേഷൻ സാധാരണ RPM-ൽ തരും. ഓക്കെ, n RPM-ൽ തരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? n-ന് RPM-ൽ തരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റേഡിയൻ പെർ സെക്കൻഡ് ആണ് SI യൂണിറ്റ്, അതിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഇക്വേഷനാണ് ഈ എഴുതിയിട്ടുള്ളത്. ഓക്കെ,
സോ ഓർത്ത് നോക്കുക, ഈ എൻ എന്തിലായിരിക്കും? RPM റവല്യൂഷൻ പെർ മിനിറ്റിലാണ് തരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 2πn/60 വെച്ചിട്ട് വേണം കറസ്പോണ്ടിങ് SI യൂണിറ്റിലേക്ക് മാറ്റാൻ. ഇനി ചില പ്രോബ്ലത്തിൽ N RPSൽ തരും. ഓക്കെ, RPS എന്ന് പറയുമ്പോൾ എന്താണ്? റവല്യൂഷൻ പെർ സെക്കൻഡ്, RPS. ഓക്കെ, സോറി, N ചിലപ്പോൾ RPSൽ തരും, റവല്യൂഷൻ പെർ സെക്കൻഡ്. ഓക്കെ, ചിലപ്പോൾ RPS എന്ന് എഴുതും, അല്ലെ ചില സമയത്ത് എന്തായിരിക്കും? റവല്യൂഷൻ പെർ സെക്കൻഡ് എന്ന് വേർഡ്സിൽ തന്നെ തരും. അപ്പോൾ RPSലാണ് തരുന്നതെങ്കിൽ നിങ്ങൾ /60 ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ആ സമയത്ത് നിങ്ങൾ എന്ത് യൂസ് ചെയ്യണം? ഒമേഗനെ കണ്ടുപിടിക്കാൻ 2πn മാത്രം യൂസ് ചെയ്യുക. ഓക്കെ, ഓർക്കുക, RPM റവല്യൂഷൻ പെർ മിനിറ്റ് ആണെങ്കിൽ മാത്രം 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. RPSലാണെങ്കിൽ 2πn, അതായത് ഒമേഗ = 2πn എന്നുള്ള ഇക്വേഷൻ മാത്രം യൂസ് ചെയ്യുക. ഓക്കെ, എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോകേണ്ടതില്ല? 60 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി അഡീഷണൽ ആയിട്ട് വരുന്ന ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് റവല്യൂഷൻ. നമ്പർ ഓഫ് റവല്യൂഷൻ നമ്മൾ നോർമലി സ്മോൾ ലെറ്റർ n ആണ് യൂസ് ചെയ്യുക. നമ്പർ ഓഫ് റവല്യൂഷൻ്റെ ഇക്വേഷൻ എന്താണ്? θ/2π. ഓക്കെ, അതായത് ഒരു ബോഡി എത്ര ആംഗിൾ കവർ ചെയ്തിട്ടുണ്ടെന്ന് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര നമ്പർ ഓഫ് റൊട്ടേഷൻ അത് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, നമ്പർ ഓഫ് റൊട്ടേഷൻ പെർ മിനിറ്റ് അല്ല, സിംപ്ലി നമ്പർ ഓഫ് റൊട്ടേഷൻ അല്ലെ റവല്യൂഷൻ. ഓക്കെ, അപ്പോൾ θ/2π. അതിൻ്റെ ബേസ് ഐഡിയ എന്ന് പറയുന്നത് ഒന്ന് വളരെ സിമ്പിളാണ്. അതായത് ഒരു ബോഡി 2π റൊട്ടേഷൻ അടിച്ചു കഴിഞ്ഞ് 2π ആംഗിൾ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു റൊട്ടേഷനാണ്. ഓക്കെ, അപ്പോൾ n റൊട്ടേഷൻ കാണുന്നുണ്ടെങ്കിൽ ടോട്ടൽ ആംഗിൾ ആണ് ആര് ന്യൂമറേറ്ററിൽ കിടക്കുന്ന θ/2π. അപ്പോൾ എത്ര റൊട്ടേഷൻ ചെയ്തിട്ടുണ്ടെന്ന് കിട്ടും. ഓക്കെ, ഞാൻ സ്ട്രേറ്റ് ആയിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഓക്കെ, ഈ 5 ഇക്വേഷൻ ഓരോ ക്വസ്റ്റ്യനെ കറസ്പോണ്ടിങ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഇതിലെ പ്രോബ്ലം ചെയ്യാം. സോ ക്വസ്റ്റ്യൻ നമ്പർ 1 എല്ലാവരും വീഡിയോ ഒന്ന് പോസ് ചെയ്തതിന് ശേഷം ക്വസ്റ്റ്യൻ നല്ലോണം ഒന്ന് വായിച്ച് നോക്കുക, എന്നിട്ട് വീഡിയോ റെസ്യൂം ചെയ്യാം. ഓക്കെ, ഞാൻ ഇത് 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ഇതിൽ എന്താ തന്നിട്ടുള്ളത്? എ വീൽ റൊട്ടേറ്റ് അബൌട്ട് എ ഫിക്സഡ് ആക്സിസ് അറ്റ് 20 RPM ഈസ് യൂണിഫോംലി ആക്സിലറേറ്റഡ് ഫോർ 70 സെക്കൻഡ്. ടൈം തന്നിട്ടുണ്ട്, ഒരു RPM തന്നിട്ടുണ്ട്. ഇത് ഇനീഷ്യലാണോ ഫൈനലാണോ നമുക്കറിയത്തില്ല. ഓക്കെ, സോ ഇതിലിപ്പോൾ ക്വസ്റ്റ്യൻ പ്രകാരം അത് ഇനീഷ്യൽ ആംഗുലാർ RPM ആണ്, ഇനീഷ്യൽ RPM ആണ് തന്നിട്ടുള്ളത്. ആൻഡ് അത് മേക്ക് ചെയ്തിട്ടുള്ള റവല്യൂഷൻ തന്നിട്ടുണ്ട്, ആംഗിൾ അല്ല, എത്ര റവല്യൂഷൻ തന്നിട്ടുണ്ട് അത് തന്നെ. ഇത് RPM അല്ല, ഇത് ജസ്റ്റ് റവല്യൂഷൻസ് എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. ഓർക്കണം, റവല്യൂഷൻസ് മാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി അത് തന്നിട്ടുള്ള എന്താണ്? സ്മോൾ n ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, സോ ക്വസ്റ്റിൽ തന്നിട്ടുള്ള ഡാറ്റാസ് നമുക്കൊന്ന് എഴുതാം. ഓക്കെ, അതിന് മുന്നേ എന്തൊക്കെ കാണാൻ ചോദിച്ചാൽ ഫൈനൽ ആംഗുലർ വെലോസിറ്റി, അതായത് ആംഗുലർ വെലോസിറ്റി അറ്റ് ദി എൻഡ് ഓഫ് ദി ഇന്റർവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ആരാണ്? ഫൈനൽ ആംഗുലർ വെലോസിറ്റിയാണ് കാണാൻ ചോദിച്ചിട്ടുള്ളത്. സോ ക്വസ്റ്റിൽ തന്നിട്ടുള്ള ഡാറ്റാസ് ഇതാണ്. ഇനീഷ്യൽ സ്പീഡ് n0 20 RPM, ടൈം തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് റവല്യൂഷൻ. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് റവല്യൂഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? തീറ്റയാണ് കണ്ടുപിടിക്കാം, ആണല്ലോ. ഓക്കെ, ഇനി n0 കിട്ടിക്കഴിഞ്ഞാൽ ω0 കണ്ടുപിടിക്കാമല്ലോ. സോ ഫസ്റ്റ് നമ്മൾ ഒമേഗ 2πn/60 വെച്ചിട്ട് ω0, ഓക്കെ, n0 ആണ് തന്നത്, അപ്പോൾ ω0 ഇത് ജനറൽ ഇക്വേഷൻ ആണ് ഫസ്റ്റ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, സോറി, സോ ഫസ്റ്റ് എഴുതിയിട്ടുള്ളത് ജനറൽ ഇക്വേഷൻ ആണ്. ഓക്കെ, നൗ അത് വെച്ചിട്ട് ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ω0 കണ്ടുപിടിച്ചു. ഓക്കെ, എല്ലാവരും കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കാം. നൗ തീറ്റ കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, എത്ര ആംഗിൾ അത് കവർ ചെയ്തിട്ടുണ്ട്? 2π × n, സ്മോൾ ലെറ്റർ n. ഓക്കെ, അതായത് അതിൻ്റെ ബേസ് മോൾ ചെയ്തിട്ടുള്ള ഇക്വേഷൻ ആണ്. ഓക്കെ, സോ തീറ്റ കണ്ടുപിടിച്ചു. ഓക്കെ, തീറ്റ 2π × n, n നമ്പർ ഓഫ് റവല്യൂഷൻ തന്നിട്ടുണ്ട് ഇവിടെ. ഓക്കെ, സോ അതിപ്പോൾ 314 റേഡിയൻ കിട്ടും. ഓക്കെ, ഇനി സോ തീറ്റ കിട്ടി, ω0 കിട്ടി, ടൈമും അറിയാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഇക്വേഷനിൽ നമുക്ക് ഇക്വേഷൻ 1 ആണ്, 1ലുള്ള ലെഫ്റ്റ് സൈഡിലുള്ള പാരാമീറ്റർ ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ, ഫൈനൽ ആംഗുലർ വെലോസിറ്റി. അപ്പോൾ ഇത് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ആൽഫ വേണം. ആൽഫ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. ഓക്കെ, ഇനി ആൽഫ കാണാൻ വേണ്ടി നമ്മൾ ഇക്വേഷൻ 2 യൂസ് ചെയ്യുക. കാരണം എന്താ? ഇക്വേഷൻ 3 യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇക്വേഷൻ 3ൽ 2 വേരിയബിൾ അറിയാത്തുണ്ടാവും, ആൽഫ ഉണ്ടാവും, ഒമേഗ ഉണ്ടാവും അല്ലേ. സോ അതിന് വേണ്ടി നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വേഷൻ 2 യൂസ് ചെയ്യും. ഇക്വേഷൻ 2ൽ തീറ്റ നമുക്കറിയാം, ω0 അറിയാം, ടി അറിയാം അല്ലേ, ടി അറിയാം, ω0 അറിയാം, പിന്നെ ആരൊക്കെ അറിയാം? വീണ്ടും രണ്ടാമത്തെ ടേമിൽ ടി അറിയാം. സോ ഇക്വേഷൻ 2 യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൽഫയുടെ വാല്യൂ കിട്ടും. സോ ഇക്വേഷൻ 2 യൂസ് ചെയ്യുമ്പോൾ 314 ലെഫ്റ്റ് സൈഡിൽ വരും തീറ്റ അല്ലേ, ω0 അറിയാം, ടൈമും അറിയാം. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആൽഫ കിട്ടും. എല്ലാവരും വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ആൽഫ ഈ വാല്യൂ തന്നെയാണ് കിട്ടുന്നത് നോക്കാം. ആൽഫ കിട്ടിയതിന് ശേഷം മാത്രം ഇക്വേഷൻ 1 യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ 1 യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആൽഫയുടെ വാല്യൂ കിട്ടി, ടൈം അറിയാം, ω0 ഓൾറെഡി മീൻസ് കണ്ടുപിടിച്ചിട്ടുണ്ട്,
So you will get the value of what? Omega, final angular velocity. Okay. 3 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണെങ്കിൽ പോലും അത്യാവശ്യം ചെയ്യാനുണ്ട്. വളരെ സിമ്പിൾ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കത്തില്ല. ഓക്കെ, 1 2 അല്ലെങ്കിൽ 3 ഇക്വേഷനൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഇക്വേഷനെ ചോദിക്കത്തുള്ളൂ, മീൻസ് പ്രോബ്ലം ചോദിക്കത്തുള്ളൂ. Now രണ്ടാമത്തെ പ്രോബ്ലത്തിലേക്ക് പോവാണ്. എ വീൽ റൊട്ടേറ്റിംഗ് അബൌട്ട് എ ഫിക്സ്ഡ് ആക്സിസ്. ഓക്കെ, എല്ലാവരും അഗെയിൻ വീഡിയോ പോസ് ചെയ്യുക, ക്വസ്റ്റ്യൻ നല്ലോണം വായിച്ച് നോക്കുക, നല്ലോണം മനസ്സിലാക്കുക, അതിന് ശേഷം വീഡിയോ റിസ്യൂം ചെയ്യാം. ഇത് യൂണിവേഴ്സിറ്റിക്ക് 7 മാർക്കിൽ ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്. ഓക്കെ, സോ ഇതിൽ വീൽ റൊട്ടേറ്റിംഗ് അബൌട്ട് എ ഫിക്സ്ഡ് ആക്സിസ് അറ്റ് 30 RPM യൂണിഫോംലി ആക്സലറേറ്റഡ് ഫോർ 50 seconds ഡ്യൂറിംഗ് വിച്ച് ടൈം ഇറ്റ് മേക്സ് 40 revolution. ഈ പ്രോബ്ലത്തിലും സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് എന്ന് പറഞ്ഞിട്ടില്ല. ക്വസ്റ്റ്യൻ നമ്പർ 1ലും നമ്മൾ സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് എന്ന് തന്നിട്ടുമില്ല, നമ്മൾ എടുത്തിട്ടുമില്ല. ഓക്കെ, സോ ഒരു കാര്യം ഓർത്ത് വെക്കണം, യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനിൽ സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് എന്ന് പറഞ്ഞാൽ മാത്രമേ നമ്മൾ ഒമേഗ 0 എന്തായിട്ട് എടുക്കാൻ പാടുള്ളൂ, 0 ആയിട്ട് എടുക്കാൻ പാടുള്ളൂ. അപ്പം ഇതിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇതിൽ ക്വസ്റ്റ്യൻ നമ്പർ 1ൻ്റെ സെയിം സംഭവം തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ നമ്പർ 2ലും വന്നിട്ടുള്ളത്. ഓക്കെ, അത് ഫസ്റ്റ് പാർട്ടും സെയിം ആണ് അല്ലേ? അപ്പോൾ ഫസ്റ്റ് പാർട്ട് വരെ ക്വസ്റ്റ്യൻ നമ്പർ 1ൽ ചോദിച്ച സെയിം കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ആദ്യം ചെയ്യാം. ഓക്കെ, എന്നിട്ട് അടുത്തതിലേക്ക് പോവാം. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 1 ഓർക്കുന്നുണ്ടോ? ഇനീഷ്യൽ RPM തന്നു, എത്ര ടൈമാണെന്ന് തന്നു, എത്ര റെവല്യൂഷൻ ആണെന്ന് തന്നു. അതേ സംഭവം തന്നെ ഇവിടെ തന്നിട്ടുള്ളത്. ഇനി പാർട്ട് ഫൈൻഡ് അല്ലേ, സോറി ഫൈൻഡ് അല്ല, ഫൈൻഡ് ഫസ്റ്റ് സെക്ഷനിൽ ചോദിച്ചെന്താ? ഫൈൻഡ് ആംഗുലർ വെലോസിറ്റി അറ്റ് ദി എൻഡ് ഓഫ് ദി ഇന്റർവെൽ അല്ലേ? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ്റെ ഇത്രയും പാർട്ട് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 1ലെ സെയിം ആണ്. ഓക്കെ, അപ്പോൾ അത് ഞാൻ ഒന്ന് ഫസ്റ്റ് ആയിട്ട് പോവാണ്. അതായത് ഇനീഷ്യൽ N0 തന്നിട്ടുണ്ട്, T തന്നിട്ടുണ്ട്, സ്മോൾ ലെറ്റർ N തന്നിട്ടുണ്ട്. അപ്പോൾ ഒമേഗ 0 ആദ്യം കണ്ടുപിടിച്ചു. ഓക്കെ, ഇത് തന്നെയാണ് വാല്യൂ കിട്ടുന്നത് നോക്കുക. ഇനി എന്ത് ചെയ്യണം? ആൽഫ കണ്ടുപിടിക്കണം അല്ലേ? തീറ്റ കണ്ടുപിടിക്കാം, 2π ഇൻറ്റു സ്മോൾ ലെറ്റർ N. അപ്പോൾ തീറ്റ കിട്ടി. സോ തീറ്റ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ആൽഫ. ഞാൻ രണ്ടാമത്തെ ഇക്വേഷൻ ഉദ്ദേശിച്ചത് ഫസ്റ്റ് സ്ലൈഡിൽ പറഞ്ഞ ഇക്വേഷൻ 1 2 3 അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഞാൻ വീണ്ടും രണ്ടാമത്തെ ഇക്വേഷൻ ഒന്നാമത്തെ ഇക്വേഷൻ എന്നൊക്കെ പറയുമ്പോൾ ആക്ച്വലി ഞാൻ ഉദ്ദേശിക്കുന്നത് ഏതാണ്? ഫസ്റ്റ് സ്ലൈഡിലെ ഇക്വേഷൻ 1 2 and 3 ആണ്. സോ തീറ്റ കിട്ടി. തീറ്റ അറിയാം. സോ ഇതിൽ നിന്ന് ആൽഫ കണ്ടുപിടിക്കാൻ പറ്റും. ആൽഫ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇക്വേഷൻ 1 യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒമേഗനെ കിട്ടും അല്ലേ? ഇനീഷ്യൽ ആംഗുലർ വെലോസിറ്റി കിട്ടും. ഓക്കെ, സോറി ഇനീഷ്യൽ അല്ല, ആംഗുലർ വെലോസിറ്റി അറ്റ് ദി എൻഡ് ഓഫ് ദി ഇന്റർവൽ, ഫൈനൽ ആംഗുലർ വെലോസിറ്റി കിട്ടും. ഓക്കെ, ഇത് ക്വസ്റ്റ്യൻ നമ്പർ 1ലെ സെയിം സംഭവം തന്നെയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ സെഷനിലേക്ക് പോകാം നമുക്ക്. ഓക്കെ, രണ്ടാമത്തെ സെഷൻ എന്താ ചോദിച്ചിട്ടുള്ളത്? ടൈം റിക്വയർഡ് ഫോർ ദ സ്പീഡ് ടു റീച്ച് 80 revolution per minute. ഇതൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, ക്വസ്റ്റ്യനിലെ രണ്ടാമത്തെ സെക്ഷൻ ഒന്ന് ശ്രദ്ധിക്കണം. ഇതിലെന്താ പറഞ്ഞിട്ടുള്ളത്? ടൈം റിക്വയർഡ് ഫോർ ദ സ്പീഡ് ടു റീച്ച് 80 revolution per minute. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സെക്ഷനിൽ യൂസ് ചെയ്തിട്ടുള്ള ടൈമും ഓക്കെ റെവല്യൂഷൻ 40 revolution എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ, അത് രണ്ടും ഇതിൽ അപ്ലിക്കബിൾ അല്ല. ഓക്കെ, അതായത് ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ബോഡി, അതായത് വീല്, ഓക്കെ, ഒരു ഇനീഷ്യൽ ആംഗുലർ വെലോസിറ്റി അല്ലേ, അറിയാലോ, ഒമേഗ 0ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ആക്സിലറേറ്റ് ചെയ്ത് പോവാണ്. ഓക്കെ, ആക്സിലറേറ്റ് ചെയ്തിട്ട് പോയിട്ട് ഒരു പെർട്ടിക്കുലർ ടൈമിലാണ് എന്തെത്തുന്നത്? ഈ 40 revolutions എത്തുന്നത്. ഓക്കെ, അല്ലെങ്കിൽ കറസ്പോണ്ടിങ് തീറ്റയിലേക്ക് എത്തുന്നത്. ഓക്കെ, ഇപ്പം നമ്മളോട് ചോദിച്ചത് എന്താണ്? 80 revolution per minute എത്താൻ എത്ര ടൈം എടുക്കുന്ന ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോറി ഫോർ ദി മാർക്കർ, ഇത്തിരി എന്തൊരു എററുണ്ട്. ഓക്കെ, എനിവേ, സോ ഫസ്റ്റ് സെഷനിൽ അത് ഏത് ആംഗുലർ വെലോസിറ്റി വരെ എത്തിയിട്ടുണ്ട്? 6.8 അല്ലേ, 6.89 എന്ന് പറഞ്ഞ ആംഗുലർ വെലോസിറ്റിയിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മളോട് കാണാൻ ചോദിച്ചത് എന്താണ്? ഇത് ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 80 RPMലേക്ക് എത്തുമല്ലോ, 80 revolution per minute എത്തുമല്ലോ. ആ 80 RPMലേക്ക് എത്താൻ എത്ര ടൈം എടുക്കുന്ന ചോദിച്ചത്. ഓക്കെ, ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള 6.89 എന്ന് പറഞ്ഞ RPMലേക്ക് എത്താൻ അല്ലേ, സോറി RPM അല്ല, 6.89 എന്ന് പറഞ്ഞ ഫസ്റ്റ് സെക്ഷനിൽ ചോദിച്ചിട്ടുള്ള 6.89 അല്ലേ, ആ വാല്യൂയിലേക്ക് എത്താൻ എത്ര ടൈം എടുത്തിട്ടുണ്ട്? അത് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 50 seconds ആണ് അല്ലേ. സോ എത്ര ടൈം കൊണ്ടാണ് അതിന് ഇതേ സ്പീഡിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴാണത് 80 revolution per minute എത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ യൂസ് ചെയ്തിട്ടുള്ള അല്ലെ ഫസ്റ്റ് പാർട്ടിലുള്ള സെയിം ആൽഫ തന്നെ നമുക്ക് സെക്കൻഡ് പാർട്ടിൽ യൂസ് ചെയ്യാം. കാരണം എന്താ?
ഇത് പിന്നീട് ഡീസലറേഷനോ അല്ലേ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, യൂണിഫോംലി ആക്സലറേറ്റീവിനാണ് പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് പാർട്ടിലെ സെയിം ഒമേഗ 0 നമുക്ക് യൂസ് ചെയ്യാം, ആൽഫയും നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ബാക്കി ഫസ്റ്റ് പാർട്ടിലെ 50 സെക്കൻഡും അതേപോലെ 40 റവല്യൂഷനും നമുക്കിതിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, സോ ഫസ്റ്റ് പാർട്ടിൽ ആരെയൊക്കെ യൂസ് ചെയ്യാം? ഒമേഗ 0നെ യൂസ് ചെയ്യാം, അതിലെ ആൽഫേനെ യൂസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ എന്താ തന്നിട്ടുള്ളത്? ഈ സെക്കൻഡ് സെക്ഷനിൽ നമുക്ക് N0 സെയിം തന്നെ യൂസ് ചെയ്യാം, ഫസ്റ്റിലെ സെയിം N0 തന്നെ അല്ലെങ്കിൽ ഒമേഗ 0 യൂസ് ചെയ്യാം. ഇവിടുത്തെ N എന്ന് പറയുന്നത് 80 RPM ആണ്. ഓക്കെ, ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് ഫസ്റ്റ് പാർട്ടിൽ 40 റവല്യൂഷന് എത്ര ടൈം എടുക്കുമെന്നാണ് ചോദിച്ചത്. ഓക്കെ, സോറി, എത്ര ആംഗുലർ വെലോസിറ്റിയിൽ എത്തുമെന്നാണ് ചോദിച്ചത്. സെക്കൻഡ് പാർട്ട് സ്റ്റാൻഡ് അലോൺ ആണ്, 80 റവല്യൂഷൻ അല്ല, 80 റവല്യൂഷൻ പെർ മിനിറ്റ്, അതായത് ഈ RPM എത്താൻ എത്ര ടൈം എടുക്കുമെന്നാണ് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ ഫൈനൽ N ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, സോ ആ Nൽ നിന്ന് ആരെ കണ്ടുപിടിക്കണം? ഒമേഗനെ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഒമേഗ 8.37 കിട്ടും. ഇനി നമുക്ക് എന്തൊക്കെ അറിയാം? ഒമേഗ 0 അറിയാം, ഒമേഗ അറിയാം, ആൽഫ അറിയാം. ടൈം കാണാമല്ലോ. സെക്കൻഡ് ഇക്വേഷൻ, സോറി ഫസ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. എന്താണ്? ഒമേഗ ഈക്വൽ ടു ഒമേഗ 0 പ്ലസ് ആൽഫ ടി എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് കിട്ടും. ഒമേഗ അറിയാം, ഒമേഗ 0 അറിയാം, ആൽഫ അറിയാം, ടൈം സിമ്പിളായിട്ട് കിട്ടും. ഓക്കെ, സോ ടൈം 69.73 സെക്കൻഡ് കിട്ടും. ഇതിനാണ് ആൻസർ കിട്ടുന്നത് നോക്കാം. ഓക്കെ, സോ സെക്കൻഡ് പാർട്ട് ഇത്രയൊരു ട്രിക്കിയാണ്. അതായത് ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട് തമ്മിൽ വലിയ കണക്ഷൻ എന്ന് പറയുന്നത് ആകെ ഒരു കണക്ഷനേ ഉള്ളൂ. എന്താണ്? ഒമേഗ 0 ആൽഫയും സെയിം ആണെന്ന് മാത്രം. ഓക്കെ, ബാക്കിയൊക്കെ ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ടൈമും ആംഗിളും കാര്യങ്ങളും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, 14 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. അത് നമ്മൾ ക്ലാസ്സിൽ ചെയ്തതാണ്. ഓക്കെ, അതായത് എല്ലാവരും വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ നല്ലോണം വായിക്കുക, എന്നിട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ ക്ലാസ്സിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്, ഞാനൊന്ന് ഫാസ്റ്റായിട്ട് പോവാണ്. സോ ഇത് സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള, അപ്പോൾ ഒമേഗ 0 എന്താണ്? 0 ആണ്. ഓക്കെ, ഇനി നമ്മൾ നോർമലി ഈ ടൈപ്പ് പ്രോബ്ലം, ഓക്കെ, ഇനി ഗെയിൻ ക്വസ്റ്റ്യൻ നമ്പർ 1ഉം 2ഉം നമുക്ക് ഗ്രാഫ് വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 3 മുതലാണ് ഞാൻ ഗ്രാഫ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, എനിവേ, സോ സ്റ്റാർട്ടിങ് സ്പീഡ് 0 ആണ്. അപ്പോൾ 0 സ്റ്റാർട്ട് ചെയ്തു അല്ലേ? 0 സ്റ്റാർട്ട് ചെയ്തിട്ട് 1 എന്നുള്ളൊരു പോയിന്റ് ലൊക്കേഷനിലേക്ക് എത്തി. അപ്പോഴേക്കും 180 RPM അത് കവർ ചെയ്തു. ടൈം 0.4 സെക്കൻഡ് ആണ്. പിന്നെ അതേ സ്പീഡിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുകയാണ് അല്ലേ? അപ്പോൾ 1 2ലേക്ക് അതേ സ്പീഡ്, അതായത് ഒരു 180 കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഒമേഗ ഉണ്ടാവുമല്ലോ, ആ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. എത്ര സെക്കൻഡ്? 2 സെക്കൻഡ്. ഓക്കെ, സോ അതിനുശേഷം വീണ്ടും റെസ്റ്റിലേക്ക് വരികയാണ്. അഗെയിൻ കം ടു റെസ്റ്റ് ആണ്. ഓക്കെ, എത്ര സെക്കൻഡ് ഉണ്ട്? 0.3 സെക്കൻഡ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ N വേഴ്സസ് T ഗ്രാഫ് ഇങ്ങനെയാണ് വരിക. ഓക്കെ, നമ്മളോട് എന്താ ചോദിച്ചത്? ടോട്ടൽ റെവല്യൂഷൻ. ഓക്കെ, ടോട്ടൽ റെവല്യൂഷൻ കാണാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ടോട്ടൽ ആംഗിൾ ആദ്യം കണ്ടുപിടിക്കണം. ഓക്കെ, ടോട്ടൽ ആംഗിൾ ഡിവൈഡ് ബൈ 2π ആണ് ടോട്ടൽ റെവല്യൂഷൻ. അപ്പോൾ ഈ മോഷൻ നമുക്ക് 0 to 1, 1 to 2, 2 to 3 സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, ഒരു കാര്യം ഓർത്തേക്കണം, 0 to 1 മോഷൻ മാത്രമാണ് ആക്സലറേറ്റഡ് മോഷൻ. 1 to 2 ആക്സലറേഷൻ എന്താണ്? 0 ആണ്. 2 to 3 എന്നുള്ള മോഷൻ എന്താണ്? ഡീസലറേറ്റീവ് മോഷനാണ്. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് ആൽഫയുടെ വാല്യൂ നെഗറ്റീവ് കിട്ടണം അവിടെ. ഓക്കെ, സോ ക്വസ്റ്റിൽ തന്നിട്ടുള്ള വാല്യൂസ് നോക്കാം. N0 തന്നിട്ടുണ്ട്, N1 N2 സെയിം ആണ്, അത് 180 RPM ആണ്. N3 എന്താണ്? വീണ്ടും 0 ആണ്. ഇനി നമുക്ക് N അല്ല വേണ്ട, ഒമേഗയാണ് വേണ്ടത്. ഇക്വേഷനിലൊക്കെ ഒമേഗയാണ് യൂസ് ചെയ്യുന്നത്. സോ ഒമേഗയിലേക്ക് പോവാണ്. ഒമേഗ 0 തന്നെ, N0 0 ആയതുകൊണ്ട് 0 to 1 മോഷൻ എടുക്കുമ്പോൾ ഒമേഗ 1 എന്താണ്? ടൈം അറിയാം. ഒമേഗ 1 എന്ന് പറയുന്നത് 2π N1/60 വരും അല്ലേ? അപ്പോൾ കറസ്പോണ്ടിങ് ഒമേഗ 1 കണ്ടുപിടിച്ചു. ഇനി നമുക്ക് 0 to 1 മോഷൻ്റെ ആൽഫ കിട്ടിയാൽ മാത്രമേ തീറ്റ കാണാൻ പറ്റത്തുള്ളൂ അല്ലേ? നമുക്ക് മൊത്തം തീറ്റയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ 0 to 1 മോഷൻ്റെ തീറ്റ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ 2 യൂസ് ചെയ്യണം. ഇക്വേഷൻ 2 യൂസ് ചെയ്യണ ആര് വേണം? ആൽഫ വേണം. അപ്പോൾ ആൽഫ കാണാൻ വേണ്ടി ഇക്വേഷൻ 1 യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ 1, 2, 3 ഇൻ്റർചേഞ്ച് അല്ലേ, അങ്ങനെ ചേഞ്ച് ചെയ്ത് അല്ലേ, ആവശ്യത്തിനനുസരിച്ചിട്ട് യൂസ് ചെയ്തിട്ട് ചെയ്തേക്കണം. ഓക്കെ, സോ ഇക്വേഷൻ 1 യൂസ് ചെയ്യുകയാണെങ്കിൽ എന്താണ്? ഒമേഗ 1 ഈക്വൽ ടു ഒമേഗ 0 പ്ലസ് ആൽഫ ടി. അപ്പോൾ ഒമേഗ 1 ഒമേഗ 0 ടിയും അറിയാം. അപ്പോൾ സിമ്പിളായിട്ട് ആൽഫ കിട്ടും. ആൽഫ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇക്വേഷൻ 2 യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരെ കിട്ടും? തീറ്റ കിട്ടും. 0 to 1 മോഷൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്, ഒമേഗ 0 ആണ്. ആൽഫ നമുക്ക് കിട്ടി, ടൈമും നമുക്കറിയാം. സോ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും? ആംഗിൾ കിട്ടും. ഇനി 1 to 2 മോഷൻ എടുക്കാം. 1 to 2 മോഷൻ്റെ പ്രത്യേകം എന്താ? ആൽഫ 0 ആണ്. ഓക്കെ, സോ 1 to 2 മോഷൻ്റെ തീറ്റയുടെ ഇക്വേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആര് മാത്രമേ വരത്തുള്ളൂ? ഒമേഗയും ടിയും മാത്രമേ വരത്തുള്ളൂ. ഈ എൻ്റയർ ടൈം എന്തായി പോവും? 0 ആയി പോവും. ഓക്കെ,
സോ 1 to 2 മോഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വി ഹാവ് ഒമേഗ ഈക്വൽ ടു തീറ്റ ബൈ ടി ഓർ തീറ്റ ഈക്വൽ ടു ഒമേഗ ഇൻറ്റു ടി അല്ലേ. ഇത് നോക്ക്, തീറ്റ 1 to 2 എന്ന് പറയുമ്പോൾ ഒമേഗ 1 ടി മാത്രമേ വരുന്നുള്ളൂ, ഈ ഒരു ടേം മാത്രമേ വരുന്നുള്ളൂ. ഈ ടേം എന്താ ഇപ്പോൾ 0 ഇപ്പോൾ, കാരണം എന്താ അവിടെ ആൽഫ 0 ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ ഒമേഗയുടെ ഡയറക്റ്റ് ഇക്വേഷനായ തീറ്റ ബൈ ടി എന്നുള്ള ഇക്വേഷൻ എടുത്തിട്ടും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ഓർത്ത് വെക്കണം, ഒമേഗ ഈക്വൽ ടു തീറ്റ ബൈ ടി യൂസ് ചെയ്യുക എപ്പോൾ മാത്രമാണ്, ആൽഫ 0 ആകുമ്പോൾ മാത്രമേ അത് യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അല്ലാത്ത സമയത്ത് അതുകൊണ്ട് യൂസ് ചെയ്യരുത്. കാരണം യൂണിഫോം ആംഗുലർ വെലോസിറ്റി ആണെങ്കിൽ മാത്രമേ ആംഗിൾ ഡിവൈഡ് ബൈ ടൈം എന്ത് വരത്തുള്ളൂ, ഒമേഗയുടെ വാല്യൂ ആയിട്ട് വരത്തുള്ളൂ. ഓക്കെ, സോ തീറ്റ കിട്ടി അല്ലേ, തീറ്റ ഒമേഗ 1 ഇൻറ്റു ടി, ഒമേഗ 1 അറിയാം, ടൈമും അറിയാം, തീറ്റ കിട്ടി. അപ്പോൾ സെക്ഷൻ 1 to 2 അല്ലെങ്കിൽ മോഷൻ ഫ്രം അല്ലെങ്കിൽ റൊട്ടേഷൻ ഫ്രം 1 to 2 വളരെ സിമ്പിളാണ് തീറ്റ കിട്ടാൻ. ഇനി മോഷൻ 2 to 3 മോഷൻ അഗെയിൻ 0 to 1 മോഷൻ പോലെ തന്നെ ചെയ്യണം. ഇനി ഇവിടെ സാധാരണ പിള്ളേർ തെറ്റിക്കുന്ന ഒരു കാര്യം, 1 to 2 മോഷൻ്റെ ആൽഫ ഉണ്ടല്ലോ, ആ ആൽഫ അല്ല 2 to 3. ഓക്കെ, ശ്രദ്ധിക്കുക, 1 to 2 മോഷൻ്റെ നെഗറ്റീവ് ആൽഫ അല്ല 2 to 3. 2 to 3 വീണ്ടും എന്താണ്, വേറെ ടൈമാണ്, വേറെ ടൈമാണ്. ഒമേഗ 2 ഒമേഗ 1 സെയിം തന്നെ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൽഫ സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, എഗെയിൻ ഇക്വേഷൻ 1 തന്നെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒമേഗ 2ൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ, കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒമേഗ 1 ഒമേഗ 2 സെയിം ആണ്, ഒമേഗ 3 0. ഇനി ഇക്വേഷൻ 1 യൂസ് ചെയ്യുമ്പോൾ അവിടെ ഒരു തെറ്റാനൊരു ചാൻസ് ഉള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം. അതായത് ഇതാണ് സംഭവം, ജനറൽ ഇക്വേഷൻ എന്താ, ഒമേഗ ഈക്വൽ ടു ഒമേഗ 0 പ്ലസ് ആൽഫ ടി, ഇതാണ് ഇക്വേഷൻ 1 അല്ലേ. സോ ഇതിലെന്താ ഉദ്ദേശിച്ചത്, ലെഫ്റ്റ് സൈഡിൽ ഫൈനൽ ആംഗുലർ വെലോസിറ്റി, റൈറ്റ് സൈഡിൽ ഇനീഷ്യൽ ആംഗുലർ വെലോസിറ്റി, ആൽഫ തെറ്റത്തില്ല. നൗ ഇവിടെ ഒമേഗ ലെഫ്റ്റ് സൈഡിലുള്ള ഒമേഗ 2 to 3 പോകുമ്പോൾ 3 എന്ത്, ഒമേഗ ലെഫ്റ്റ് സൈഡിലുള്ള ഒമേഗ. ഇവിടെ സാധാരണ പിള്ളേർ 2 എഴുതി വെക്കും. ഓക്കെ, അത് തെറ്റാണ്, മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്ത് 2 to 3 പോകുമ്പോൾ ലെഫ്റ്റ് സൈഡ് കിടക്കുന്ന ഒമേഗ ആരാണ്, ഒമേഗ 3 ആണ്. ഇനി റൈറ്റ് സൈഡിലുള്ള ഒമേഗ 0 എന്ന് പറയുന്ന ആരാണ്, 2 to 3 അപ്പോൾ 2 ആണ് ഇനീഷ്യൽ. ഓക്കെ, അപ്പോൾ ഒമേഗ 2 വരും. ഓക്കെ, അങ്ങനെയാണ് ഇക്വേഷൻ എഴുതിയിട്ടുള്ളത്. ഓക്കെ, സോ ഒമേഗ 3 ഈക്വൽ ടു ഒമേഗ 2 പ്ലസ് ആൽഫ ടി ആണ്, തിരിഞ്ഞു പോരുത്. ഓക്കെ, സാധാരണ ഒമേഗ 2 ഈക്വൽ ടു ഒമേഗ 3 എന്നൊക്കെ എഴുതി വെക്കും. അപ്പോൾ ഇത് വെച്ചിട്ട് ചെയ്യുമ്പോൾ ആൽഫയുടെ വാല്യൂ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് നെഗറ്റീവ് കിട്ടും. കാരണം ഒമേഗ 3 എന്ന് പറയുന്നത് എന്താണ്, 0 ആണ് അല്ലേ, ഒമേഗ 2 ഒരു വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് നെഗറ്റീവ് കിട്ടും, നെഗറ്റീവ് കിട്ടണം. ഓക്കെ, ഇനി തീറ്റ കാണാൻ ആൽഫ കിട്ടിക്കഴിഞ്ഞാൽ, അതായത് 0 to 1 മോഷൻ്റെ അതേ പ്രൊസീജിയറാണ് 2 to 3. ഓക്കെ, ആദ്യം എന്ത് ചെയ്യുക, ആൽഫ കണ്ടുപിടിക്കുക. ആൽഫ കണ്ടുപിടിച്ചതിന് ശേഷം പിന്നെ തീറ്റയിലേക്ക് പോകുമ്പോഴും തെറ്റാനൊരു ചാൻസ് ഉണ്ട്. ഓക്കെ, തീറ്റയുടെ ഇക്വേഷൻ രണ്ടാമത്തെ ഇക്വേഷൻ. ഓക്കെ, എന്താണ്, തീറ്റ ഈക്വൽ ടു ഒമേഗ 0 ടി പ്ലസ് ഹാഫ് ആൽഫ ടി സ്ക്വയർ അല്ലേ. ഇനി 2 to 3 പോകുമ്പോൾ ഒമേഗ 0 എന്ന് പറയുന്ന ആരാണ്, ഒമേഗ 2 ആണ്. ഓക്കെ, തീറ്റ തന്നെ ആൽഫയുടെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, ആൽഫയുടെ വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ നെഗറ്റീവ് വിട്ടു പോരുത്. ഓക്കെ, സാധാരണ ഇവിടെ പ്ലസ് ആൽഫ ഇട്ടിട്ട് ചെയ്യും. ഓക്കെ, ഇക്വേഷനിൽ പ്രകാരം പ്ലസ് അല്ലേ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ പ്ലസ് ഇട്ടിട്ട് ചെയ്യും. അപ്പോൾ ആൽഫയുടെ വാല്യൂ നെഗറ്റീവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഇവിടെ നെഗറ്റീവ് ഇട്ടിട്ട് തന്നെ ചെയ്യണം. പ്ലസ് ഇട്ട് കഴിഞ്ഞാൽ ഒരു ആൻസർ കിട്ടും, പക്ഷെ അതെന്താണ്, തെറ്റാണ്. ഓക്കെ, സോ ഈ നെഗറ്റീവ് വിട്ടുപോരുത്, കാരണം ആൽഫയുടെ വാല്യൂ നെഗറ്റീവ് വിട്ടിരിക്കണം. ഒമേഗ 2ഉം വിട്ടുപോയത്, ഒമേഗ 3 ഒക്കെ ചിലപ്പോൾ എഴുതി വെക്കും. ഓക്കെ, ഇവിടെ 2 to 3 പോകുമ്പോൾ ഒമേഗ 2 പകരം ഒമേഗ 3 എഴുതി വെക്കും. ഓക്കെ, അപ്പോഴും ആൻസറൊക്കെ കിട്ടും, പക്ഷേ അത് തെറ്റായിരിക്കും. ഓക്കെ, അപ്പോൾ ഓർത്ത് വെക്കുക, തീറ്റയുടെ ഇക്വേഷൻ ഓർക്കുന്നുണ്ടല്ലോ, തീറ്റയുടെ ഇക്വേഷൻ എന്താ, ഒമേഗ 0 ടി പ്ലസ് ആൽഫ ടി സ്ക്വയർ അല്ലേ. സോ ആൽഫ ടി സ്ക്വയർ ആണ്. സോ ഒമേഗ 0 എന്ന് പറയുമ്പോൾ 2 to 3 പോകുമ്പോൾ ഒമേഗ 0 എന്ന് ഉദ്ദേശിച്ചത് ആരെയാണ്, ഒമേഗ 2നെയാണ്. മനസ്സിലായോ? അപ്പോൾ അതാണ് ഇവിടെ ഒമേഗ 2 വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടും. ഓക്കെ, ഇനി എല്ലാ ആംഗിളും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ആംഗിൾ കിട്ടും. ഓക്കെ, ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 0 to 3 മോഷൻ്റെ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 0 to 1 അല്ലേ, 1 to 2 2 to 3. സോ ടോട്ടൽ ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ റെവല്യൂഷൻ എന്താണ്, ടോട്ടൽ ആംഗിളിലൂടെ പോയി 2π, അതാണ് ടോട്ടൽ റെവല്യൂഷൻ. ഓക്കെ, ഇനി ആൻസർ 7.05 ആണ് കിട്ടുന്നതെങ്കിൽ അത് തന്നെ എഴുതി വെക്കുക. ഓക്കെ, എങ്ങനെയാണ് 0.05 അല്ലെങ്കിൽ ഹാഫ് റെവല്യൂഷനൊക്കെ പോസിബിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ഫിസിക്കലി പോസിബിൾ ആണ്. ഹാഫ് റെവല്യൂഷൻ എന്ന് പറയുന്നതാണ് എന്ത്, 180 ഡിഗ്രി റൊട്ടേഷൻ. ഓക്കെ,
സോ ഹാഫ് റെവല്യൂഷനും 0.1 റെവല്യൂഷനും ഒക്കെ പോസിബിൾ ആണ് ഫിസിക്കലി. ഓക്കെ, അപ്പോൾ എത്രയാണ് ആൻസർ കിട്ടണത്? റൗണ്ട് ചെയ്യാനൊന്നും പോരുത്. ഓക്കെ, റെവല്യൂഷനിൽ റൗണ്ട് ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല. 7.05 ആണെങ്കിൽ 7.05. ഓക്കെ, നൗ ഇതേ മോഡലിൽ തന്നെ ഇത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ എ റോട്ടോർ ഓഫ് എൻ ഇലക്ട്രിക് മോട്ടോർ ഈസ് യൂണിഫോംലി അഗെയിൻ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് കേൾക്കുക. ഇതും ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. ഓക്കെ, ഇതിൽ സാധാരണ തെറ്റിക്കുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു റോട്ടോർ യൂണിഫോംലി ആക്സലറേറ്റഡ് ഫ്രം റെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ 0 to 1 സിമ്പിളായിട്ട് വരയ്ക്കുക അല്ലേ. ഫ്രം റെസ്റ്റ് ആണ് 0 to 1. ഒരു RPM പോയി. എത്ര ടൈമിലാണ്? 5 സെക്കൻഡ് കൊണ്ട്. 5 സെക്കൻഡ് കൊണ്ട് 1800 RPM പോയി. ഓക്കെ, അതിനുശേഷം പിന്നെ എന്താ ചെയ്യണത്? സ്വിച്ച് ഓഫ് ചെയ്തു അല്ലേ. സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് താഴേക്ക് വരുമല്ലോ, ഉറപ്പാണല്ലോ. ഓക്കെ, ഡീസലറേറ്റഡ് യൂണിഫോംലി അല്ലേ, താഴേക്ക് വരും. ഓക്കെ, ഇഫ് ദ ടോട്ടൽ അപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് പോകുന്നില്ല എന്നുള്ള കാര്യം ഓർത്ത് വെക്കണം. അതായത് നിങ്ങൾ ഫാൻ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ, ഫാനും റോട്ടോറും എല്ലാം സെയിം തന്നെ. ഇലക്ട്രിക് മോട്ടോറിൻ്റെ റോട്ടോറാണ്, ഫാനിൻ്റെ കേസിലും സെയിം കണ്ടീഷൻ തന്നെ. ഫാന് നിങ്ങൾ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫാന് കുറച്ച് നേരം ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡിലൊന്നും റൊട്ടേറ്റ് ചെയ്യത്തില്ല. ഫാന് സ്വിച്ച് ഓഫ് ചെയ്യുന്ന ഓൺ ദ സ്പോട്ട് തന്നെ എന്ത് ചെയ്യും? അത് സ്പീഡ് കുറഞ്ഞ് ഫൈനൽ 0ലേക്ക് പോയില്ലേ. സെയിം കണ്ടീഷനാണ് ഇവിടെ. ഒരു മോട്ടോർ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 1 to 2 എന്ന് പറഞ്ഞിട്ട് 0ലേക്കാണ് പോകുന്നത്. ഓക്കെ, അത് 1ൽ നിന്ന് 1800 RPM നിന്ന് 0 RPM പോകുന്നത്. അല്ലാതെ ഒരു കോൺസ്റ്റൻറ്റ് ആംഗുലർ വെലോസിറ്റി മോഷൻ ഇതിലില്ല. മുന്നത്തെ പോലൊരു സെക്ഷൻ, ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു സെക്ഷൻ ഇതിലില്ല. ഓക്കെ, സോ തന്നിട്ടുള്ള ഡാറ്റാസ് ഒക്കെ N0 0 ആണ്, N1 തന്നിട്ടുണ്ട്, N2 അഗെയിൻ 0 ആണ്. ടൈം ഇവിടെ ആദ്യത്തെ 5 സെക്കൻഡ് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. രണ്ടാമത്തെ സെക്കൻഡ് ടോട്ടൽ ടൈമാണ് തന്നിട്ടുള്ളത് 12.5. സോ ടോട്ടൽ ടൈം 12.5ൽ നിന്ന് 5 മൈനസ് ചെയ്യുമ്പോഴാണ് അല്ലേ ഈ 1 to 2 മോഷൻ്റെ ടൈം കിട്ടുക. അത് 7.5 കിട്ടും. ഓക്കെ, യെസ്. ഇനിയിപ്പോൾ സിമ്പിളാണ്. നമ്മളോട് എന്താ ചോദിച്ചത്? ആക്സലറേഷൻ, ഡീസലറേഷൻ ആൻഡ് ഓൾസോ ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഡീസലറേഷൻ. അതായത് നമ്പർ ഓഫ് റെവല്യൂഷൻ മെയ്ഡ് വൈൽ ആക്സലറേഷൻ. അതായത് N0 to 1 ചോദിച്ചിട്ടുണ്ട്, N1 to 2 ചോദിച്ചിട്ടുണ്ട്, കൂടാതെ ഡീസലറേഷൻ്റെ വാല്യൂ. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ഓൾസോ ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഡീസലറേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സെപ്പറേറ്റ് കാണേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് 0 to 1 മോഷനിൽ നമ്മൾ ഡെഫിനറ്റ് ആയിട്ടും ആക്സലറേഷൻ കണ്ടുപിടിക്കും അല്ലേ, എന്നാലേ നമുക്ക് തീറ്റ കിട്ടത്തുള്ളൂ. 1 to 2 മോഷന് നമ്മൾ ഡീസലറേഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കും. അത് തന്നെ വീണ്ടും ഒന്നുകൂടി ഓൾസോ ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഡീസലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാല്യൂ തന്നെയാണ് ഉദ്ദേശിച്ചത് അവർ. ഓക്കെ, അപ്പോൾ ഒരു കൺഫ്യൂസിങ് ആയിട്ടാണ്, അത് പിള്ളേരൊന്ന് കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത് എടുത്ത് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഈ വാല്യൂ ഈ ക്വസ്റ്റ്യനിൽ ഓൾസോ ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഡീസലറേഷൻ എന്ന് ചോദിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ കണ്ടുപിടിക്കും. നമ്മൾ 1 to 2 മോഷൻ്റെ ഡീസലറേഷൻ്റെ വാല്യൂ കിട്ടാതെ, അവിടുത്തെ ആൽഫയുടെ വാല്യൂ കിട്ടാതെ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങളിത് ചോദിച്ചാലും ഇല്ലെങ്കിലും ആൽഫയുടെ വാല്യൂ 1 to 2 മോഷൻ്റെ ആൽഫയുടെ വാല്യൂ നിങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ആൽഫയുടെ വാല്യൂ 1 to 2 മോഷൻ്റെ ആൽഫയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്നുകൂടി ഒന്ന് എടുത്ത് എഴുതിയാൽ മതി. അതായത് ദ വാല്യൂ ഓഫ് ഡീസലറേഷൻ ഈ സിമ്പർട്ട് നിങ്ങളുടെ എഴുതിയാൽ മതി. അതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, സോ അതായത് സെക്ഷൻ എയും ബിയും ചെയ്യുമ്പോൾ തന്നെ ലാസ്റ്റ് ചോദിച്ചതും ചെയ്യുന്നുണ്ട് നമ്മൾ. ഓക്കെ, ഇനി 0 to 1 മോഷൻ എടുക്കുക. 0 to 1 മോഷനിൽ തീറ്റ കിട്ടാൻ ആൽഫ വേണമല്ലോ. അപ്പോൾ ആൽഫയ്ക്ക് വേണ്ടിയിട്ട് ആദ്യം ω1 കണ്ടുപിടിച്ചു. ഓക്കെ, എന്നിട്ട് ഫസ്റ്റത്തെ ഇക്വേഷൻ വെച്ചിട്ട് ആൽഫ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അല്ലേ സെയിം പ്രൊസീജിയർ, മുന്നത്തെ പ്രോബ്ലത്തിൻ്റെ സെയിം പ്രൊസീജിയർ. തീറ്റ കണ്ടുപിടിക്കുക ω0 t പ്ലസ് ഹാഫ് ആൽഫ t². ടൈം അറിയാം, തീറ്റ ഡയറക്റ്റ് ആയിട്ട് കിട്ടും. തീറ്റ കിട്ടിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് റെവല്യൂഷൻ എന്താണ്? തീറ്റ ഡിവൈഡ് ബൈ 2π അല്ലേ. തീറ്റ ഡിവൈഡ് ബൈ 2π 75 കിട്ടും. ഇനി രണ്ടാമത്തെ സെക്ഷനിൽ 1 to 2 മോഷൻ്റെ നിങ്ങൾ എന്ത് കണ്ടുപിടിക്കുക? ω1 ഓൾറെഡി തന്നിട്ടുണ്ട്, ω0 0 ആണ്. സോ ആൽഫ കണ്ടുപിടിച്ചു, നെഗറ്റീവ് വാല്യൂ കിട്ടണം. ഓക്കെ, ആൽഫയുടെ വാല്യൂ കിട്ടിയതിന് ശേഷം നിങ്ങൾ പിന്നെ എന്ത് ചെയ്യുക? തീറ്റ കണ്ടുപിടിക്കുക. തീറ്റയുടെ ഇക്വേഷൻ ω2 t പ്ലസ് ആൽഫ t² യൂസ് ചെയ്തിട്ട് നിങ്ങൾ തീറ്റ കിട്ടിക്കഴിഞ്ഞാൽ തീറ്റ ഡിവൈഡ് ബൈ 2π ആണ് ആര്? നമ്പർ ഓഫ് റെവല്യൂഷൻ. ഓക്കെ, അപ്പോൾ കണ്ടോ 1 to 2 മോഷൻ ചെയ്യുമ്പോൾ ഡീസലറേഷൻ്റെ വാല്യൂ കിട്ടുന്നുണ്ടല്ലോ. ഇതാണ് ഒരു ആൻസർ. ഓക്കെ, ഈ ചോദിച്ചിട്ടുള്ള ഡീസലറേഷൻ വാല്യൂ. ഓക്കെ, സോ നമ്പർ ഓഫ് റെവല്യൂഷൻ കിട്ടി അല്ലേ, 112.5 റെവല്യൂഷൻ. ഓക്കെ, സോ ദാറ്റ്സ് ദി ഫൈനൽ ആൻസർ. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.